സ്വർണ്ണ പണയം എന്ന് പറയുന്നത് ഒരു ആളുകളൊക്കെ ഒരു മോശമായിട്ട് കണ്ടിരുന്ന രീതിയിൽ അത് മാറ്റിയെടുത്തുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമായി ആണ് എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് മണപ്പുറം അതിൻ്റേതായിട്ടുള്ള റോൾ വഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് എന്ന് ചോദിക്കുന്ന VP നന്ദകുമാറിൻ്റെ ശരീരത്തിലധികം സ്വർണ്ണാഭരണങ്ങളൊന്നും കാണുന്നില്ല. അത് സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിനും നാട്ടിൽ തേടി നടക്കും എന്നുള്ള വലിയൊരു ആശയം ആണെന്ന് തോന്നി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശം വെച്ചിരിക്കുന്ന കുടുംബങ്ങളാണ്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇത് വലിയ സമ്പത്തുള്ളവരല്ല, സാധാരണക്കാരാണ്. ഇന്ത്യയുടെ ഫാമിലികളിലുള്ള ഗോൾഡിൻ്റെ എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 30,000 ടണ്ണാണ്. ഇന്നത്തെ വില എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് $2-3 ട്രില്യൺ ആണ്. നമസ്കാരം. ഐശ്വര്യപൂർണമായ മനോഹരമായ ഈ വിഷു ദിനത്തിൽ കൈനീട്ടം എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ വലിയ പ്രതീകമാണ്. കൈനീട്ടം നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മളുടെ കയ്യിൽ വെച്ച് തരുന്ന നാണയമായിട്ടാണ്. പക്ഷേ നാണയമായിട്ടല്ലാതെ വാക്കുകളിലൂടെ സമ്പദ് രംഗത്ത് അനേക വർഷങ്ങളുടെ അനുഭവ സമ്പത്തിലൂടെ വാക്കുകളിലൂടെ നമ്മൾക്ക് ഇന്ന് വിഷു കൈനീട്ടം നൽകുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി. ആ വ്യക്തി എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്ത് നമ്മുടെ കൈവെള്ളയിലുള്ള നാണയം കൂടുതൽ നാണയങ്ങളായിട്ട് എങ്ങനെ വർദ്ധിപ്പിക്കാം, നമ്മുടെ ജീവിതത്തെ എങ്ങനെ ആനന്ദപൂർണ്ണമാക്കാം, സമ്പത്തിനെ മികവുറ്റ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിലൂടെ എന്നൊക്കെ പറഞ്ഞു തരാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇന്ന് ഈ വിഷുദിനത്തിൽ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത്. രാജ്യത്തെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ VP നന്ദകുമാറാണ് ഇന്ന് ഈ കണിവെള്ളരിയുടെയും വിഷുവിൻ്റെയും ഐശ്വര്യപൂർണ്ണമായ ദിവസത്തിൽ നമ്മോടൊപ്പം ഉള്ളത്. മറ്റൊന്നും ചോദിക്കാനില്ല. സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള സങ്കീർണമായിട്ടുള്ള സാങ്കേതിക പദാവലികളൊക്കെ തൽക്കാലം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് വലപ്പാടിൻ്റെ ഈ മണ്ണിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയഭൂമിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഈ വിഷുപ്പുലരിയിൽ കൈനീട്ടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതിനോട് കൈനീട്ടത്തിൻ്റെ സ്മരണകളുമായിട്ട് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് തുടങ്ങാം. വിഷു കൈനീട്ടം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ആദ്യം ഉണ്ടായിരുന്നതല്ല. വിഷു കൈനീട്ടം എന്ന് പറയുന്നത് സാധാരണ ക്രാക്കേഴ്സ് പടക്കത്തിനൊക്കെയുള്ള പൈസ തരുന്നതാണ്. പക്ഷേ സമീപ പ്രദേശങ്ങളിലൊക്കെ ഒരു വിഷു കൈനീട്ടം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെയും വന്നിട്ടുണ്ട്. അത് ഒരു ഇലയിൽ വെച്ചിട്ട് ഒരടക്കി വെച്ചുകൊണ്ട് അതിലെന്തെങ്കിലും പൈസയായിട്ട് ഏറ്റവും കുറ്റപ്പെട്ടവർക്കൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അത് ഭാര്യയാവാം, മക്കളാവാം, ചിലപ്പോൾ അതുപോലെ തന്നെ സഹോദരിമാരാവാം, അവരുടെ മക്കളാവാം, എല്ലാവരും ആവാം, അതുപോലെ ഏറ്റവും അടുത്തവരാവാം. ഇതാണ് വിഷു കൈനീട്ടം എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിലൊരു സെലിബ്രേഷനാണ് വിഷു, അല്ലേ? ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം വിഷു എന്ന് പറയുന്നത് ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ മാത്രമല്ല, ഒരു സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും എല്ലാ കൂട്ടായ്മയുടെയും കൂടെ ഒരു ഉത്സവമാണ്. ഇതിൽ ഒരു മതം എന്ന് പറയാനില്ല. ഓണം, വിഷു എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് മതമൊന്നും പറയാനില്ല. എല്ലാ മതക്കാരും അത് ആഘോഷിക്കുന്നുണ്ട്. ഇന്ന് വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ആളുകൾക്ക് എപ്പോൾ ഒഴിവ് കിട്ടിയാലും അത് സോഷ്യൽ മീഡിയയിലേക്ക് മാറുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് ഒരു കേസ് അമേരിക്കയിൽ നടന്നു. ഒരു 20 വയസ്സായിട്ടുള്ള ഒരു വ്യക്തി, ഒരു സ്ത്രീ ഇൻസ്റ്റാഗ്രാമിന് എഗൻസ്റ്റായിട്ട് കേസ് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയ അഡിക്ഷൻ, ആ അഡിക്ഷൻ വളർന്ന് ഇപ്പോൾ ബ്രെയിൻ ഡാമേജ് പോലെയുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ അൽഷീമേഴ്സ്, ബ്രെയിൻ റോട്ട് പോലെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ടാകുകയാണ്. അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിക്കൊണ്ട് കോടതി വിധിച്ചത് $6 മില്യൺ ആണ്. അപ്പോൾ ഇന്ന് പലപ്പോഴും ഇന്നിപ്പോൾ നമ്മൾ പലപ്പോഴും ധാരാളം അവയർനെസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മണപ്പുറം നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. അക്രോസ് ഇന്ത്യ ലോകത്തിലെ മെട്രോ സിറ്റീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ സുപ്രധാന വ്യക്തികൾ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് നിമാൻസ്, ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ന്യൂറോ സയൻസസിൻ്റെ ആൻഡ് സൈക്കോളജിയുടെ, അവിടുത്തെ പ്രൊഫസറെ കൊണ്ടുവന്നുകൊണ്ട് ക്ലാസ്സുകൾ കൊടുക്കുകയാണ്. കാരണം നമുക്കിന്ന് എന്തിൻ്റെ യുഗമെന്ന് ചോദിച്ചാൽ എയുടെ യുഗമെന്ന് പറയും. ഈ എയുടെ യുഗത്തിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ, അതോടൊപ്പം തന്നെ ഒരുപാട് ത്രട്ടുകളുമുണ്ട്. കാരണം ഇന്നത്തെ പ്രധാന ജോലികൾ എന്ന് പറയുന്നത് നാളെ പ്രത്യക്ഷമാകാം. അപ്പോൾ വിഷുവിന്
ഈ ആഘോഷിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ള വിട്ടിട്ട് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് ലോകം മുഴുവനും അശാന്തിയുടെ ഒരു കാലഘട്ടമാണ് അല്ലേ. കാരണം വെസ്റ്റ് ഏഷ്യൻ വാറ്, മിഡിൽ ഈസ്റ്റ് വാറ്, അത് ഉണ്ടാക്കുന്ന ലോകത്തിൽ ഹോർമോസ് കടലിടുക്ക് ലോകത്തിൻ്റെ 1/5 ഭാഗം എനർജി അതിലൂടെയാണ് ഷിപ്മെൻറ്റ് നടത്തുന്നത്. അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ത്യയുടെ 80% എനർജിക്കും നമ്മൾ ഇമ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതിലൊരു സൈസബിൾ പോർഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്നതും ഈ ഹോർമോസ് കടലിടുക്കിലൂടെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇപ്പോൾ പല ഫാക്ടറികൾ, അത് ഫെർട്ടിലൈസേഴ്സ് ആയാലും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആയാലും ഒക്കെ ഈ LPGയുടെ ഷോർട്ടേജ് ബാധിക്കുന്നു. അതുപോലെ ക്രൂഡിൻ്റെ വില $157 വരെ ആയി. ഇപ്പോൾ കുറഞ്ഞെങ്കിലും ഇപ്പോൾ ഇന്നിപ്പോൾ ഇന്നലെ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന ചർച്ച എവിടെ ആയിട്ടില്ല. അപ്പോൾ വിഷു എപ്പോഴും ശാന്തിയും സമാധാനവും ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ ഇന്ന് ലോകത്തിലുള്ള ഈ അശാന്തി ഇത് എത്ര കാലം നീണ്ടു നിൽക്കുന്നു എന്നറിയില്ല. അതെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷുവിൻ്റെ കൈനീട്ടത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം ശ്രീ VP നന്ദകുമാർ പറഞ്ഞു നിർത്തിയത് ലോക സാമ്പത്തിക രംഗത്ത് ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള വലിയ ഇടർച്ചയെക്കുറിച്ച് സൂചിപ്പിക്കുകയായിരുന്നു. വാസ്തവത്തിൽ വിഷു ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പടക്കം പൊട്ടിച്ച് ആകാശത്തേക്ക് റോക്കറ്റ് പോകുമ്പോൾ ഒരർത്ഥത്തിൽ ഓർമ്മ വരേണ്ടത് വെസ്റ്റ് ഏഷ്യയിലൊക്കെ ഇപ്പോൾ അവിടെ ആകാശത്തുകൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വലിയ അതിക്രമത്തിൻ്റെ ഉപകരണങ്ങളെക്കുറിച്ചിട്ടാണ്. സ്വാഭാവികമായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ മഹത്തായ അനുഭവ സമ്പത്തുള്ള പിതാവ് താങ്കളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കുട്ടിക്കാലത്ത് കൈ നീട്ടമായിട്ട് വെച്ച് തന്ന ആ തുക വെച്ച് തന്നപ്പോൾ ഒരു ഉള്ളം കൈയിൽ ഒരു നാണയം കിട്ടിയാൽ എങ്ങനെയാണ് അതിനെ 1000 നാണയമാക്കി മാറ്റേണ്ടത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ ഓർമ്മകൾ എന്താണ്? എൻ്റെ അച്ഛൻ്റെ രീതി എന്ന് പറയുന്നത് പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ സാഹചര്യങ്ങളുണ്ടാക്കി അതിന് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായാലും തെറ്റായാലും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ പല പരീക്ഷണങ്ങളും ചെയ്യും. എങ്ങനെയാണ് പൈസ കൂട്ടി വയ്ക്കുക, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് വളർത്തുക എന്നുള്ളത് പല രീതിയിൽ ചെയ്തു നോക്കും. അപ്പോൾ അതൊക്കെ കണ്ട് അത് ഒന്നും പറയാതെ അത് ഒബ്സർവ് ചെയ്യുകയും അത് പരാജയപ്പെട്ടാലും അത് വളരെ പരാജയപ്പെട്ടോ എന്ന് ചോദിക്കുകയും ചെയ്യാതെ അത് ഒരു ഓൺട്രപ്രണർഷിപ്പിനെ എൻകറേജ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. അത് അഡ്വൈസിനേക്കാൾ കൂടുതൽ പലപ്പോഴും പറഞ്ഞു തരാറ് ലോകത്തിലെങ്ങനെയാണ്, ലോകത്തിലെ പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉയർന്നു വന്നതെന്നൊക്കെ പറയുമെന്നല്ലാതെ അത് ഞാനത് ചെയ്യണമെന്നൊന്നും അങ്ങനെ പറയില്ല. കാരണം അതിൻ്റെ സ്റ്റോറി പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്താണെന്ന് വേണ്ടതെന്നുള്ളത് എടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ വിഷുപ്പുലരിയിൽ എന്നത്തെയും പോലെ രാവിലെ എഴുന്നേറ്റിട്ട് 5 മണിക്ക് എഴുന്നേറ്റിട്ട് 5:30 മണിയോടുകൂടി ഈ വലപ്പാട് ഈ ബീച്ചിലൂടെയും മറ്റുമൊക്കെ നടക്കുമ്പോൾ വലപ്പാട്ടിൽ ജനിച്ച് വളർന്ന താങ്കളുടെ തന്നെ സമപ്രായക്കാരായിട്ടുള്ളവരെ അടക്കമുള്ള വ്യക്തികളൊക്കെ കാണുമ്പോൾ അവരോട് സന്തോഷമുള്ളൊരു വിഷു എന്നൊക്കെ ആശംസിക്കുമ്പോൾ വാസ്തവത്തിൽ വലപ്പാട്ടെ എത്രയോ ജനം ഈ മണപ്പുറത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം വളർന്നവരാണ്. ഒപ്പം തന്നെ 7000-ഓളം ജീവനക്കാരിവിടെയുണ്ട്. വലപ്പാട് മണപ്പുറത്തെ ഏറ്റെടുത്തതും മണപ്പുറം വലപ്പാടിനെ ഏറ്റെടുത്തതും എങ്ങനെയാണ്? ഇന്ന് വലപ്പാട് എന്ന് പറയുന്നത് മണപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുഴുവൻ 77,000 ജീവനക്കാരുണ്ട്. അതായത് 77,000 ഫാമിലിയിൽ നിന്നുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ ചില ഫാമിലിയിൽ നിന്ന് പോയി ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ എന്തായാലും 70,000-ൽ കൂടുതലുള്ള ഫാമിലികളെങ്കിലും മണപ്പുറം കൊണ്ട് ഡയറക്റ്റായിട്ടുള്ള ജീവനക്കാരായിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല, മണപ്പുറത്തിൽ നിന്ന് ഇവിടെ എന്ന് പറയുന്നൊരു സ്ഥാപനം വ്യക്തികൾ അല്ല. മണപ്പുറത്തിൻ്റെ ഇന്നത്തെ ഓരോ ദിവസവും എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ദിവസേന നോക്കിക്കൊണ്ടിരിക്കുന്നു. ഷെയർ മാർക്കറ്റിൽ ഇന്നെങ്ങനെയാണ് പ്രൈസ് കൂടുന്നുണ്ടോ, പ്രോഫിറ്റ് കൂടുന്നുണ്ടോ, എങ്ങനെയാണ് പെർഫോമൻസ് ബെറ്റർ ആവുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വെൽത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ എന്നുള്ളതിന് പുറമെ നമ്മളുടെ ഓൺട്രപ്രണർഷിപ്പ് ഒരുപാട് വ്യക്തികളിലോട്ട് ഷെയർ ചെയ്യുകയാണ്. ഇന്ന് മണപ്പുറത്തിലെ പഴയ ഷെയർ ഹോൾഡേഴ്സിന് ഇന്ന് അവരുടെ ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. അത്രയും അധികം വർദ്ധിച്ചു. ₹1 എന്നുള്ളത് ആയിരക്കണക്കിന് രൂപയായിട്ട് വർദ്ധിച്ചു. അപ്പോൾ ഇത് അവർക്കുണ്ടാക്കിയ നേട്ടമാണ് ഈ ഷെയർ ഹോൾഡേഴ്സിന്.
1986 ഒരു ചെറിയ സ്ഥാപനമായിട്ട് തുടങ്ങിയ ഒന്നാണ് മണപ്പുറം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമായിട്ട് മാറുന്നു എന്ന് മാത്രമല്ല, അതിൽ 5531 ബ്രാഞ്ചുകൾ തന്നെ രാജ്യത്തുടനീളം ഉണ്ടാകുന്നു. ഒരു നാഷണൽ ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് 47,789 കോടിയുടെ ആസ്തിയുള്ള ഒരു വലിയ സാമ്രാജ്യമായിട്ട് മാറുകയും ചെയ്യുന്നു ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്താണെങ്കിൽ സ്വർണ്ണ പണയം എന്ന് പറയുന്ന അസംഘടിതമായിട്ടുള്ള ഒന്നിനെ സംഘടിതമായിട്ടൊരു സെക്ടറിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള വലിയ സന്തോഷം ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ രാജ്യവ്യാപകമായിട്ട് അത് പടർന്ന് പന്തലിക്കുമ്പോൾ തന്നെയും വലപ്പാടിനെ ചേർത്ത് നിർത്തിയതിൻ്റെ ചരിത്രം കൂടി താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ IIM പോലെയുള്ളതിൻ്റെ സാരഥ്യത്തിലേക്ക് വരുന്നു. അമല ജൂബിലി മിഷൻ ആശുപത്രിയുടെയൊക്കെ പ്രധാനപ്പെട്ട സാരഥ്യ പദവിയിലേക്ക് വരുന്നു. അപ്പോൾ ഈ സ്വർണ്ണപ്പണയം എന്ന് പറയുന്ന ഒരു ഏകദാനമായിട്ടുള്ള വഴിയിലൂടെ പോവാതെ ഇത്തരത്തിലൊരു വടവൃക്ഷം പോലെ പന്തലിക്കേണ്ടതുണ്ട്. അതിൽ ഒരൊറ്റ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പോകേണ്ടതല്ല എന്നുള്ളൊരു ചിന്ത വരുന്നതും അത് വിപുലീകരിക്കുന്നത് എങ്ങനെയാണ്? താങ്കൾ പറഞ്ഞതിൽ 1-2 കറക്ഷൻ ഉണ്ട്. ഇത് തുടങ്ങിയത് എൻ്റെ പിതാവ് തുടങ്ങിയ 1949-ലാണ്. ഞാൻ ജനിക്കുന്നത് 1954-ലാണ്. അദ്ദേഹത്തിന് ക്യാൻസറായിട്ട് ജോലിക്ക് പോകാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ ഒറ്റ റൂമിൽ 2 എംപ്ലോയീസ്, അതെ, 2 എംപ്ലോയീസുള്ള ഒരു സ്വർണ്ണപ്പണയത്തിൻ്റെ സ്ഥാപനം 86-ൽ ഞാൻ ഏറ്റെടുക്കുകയാണ് അത് ഉണ്ടായത്. അപ്പോൾ ഞാൻ നെടുങ്ങാടി, അതെ, ബാങ്കിൻ്റെ മാനേജറായിരുന്നു, നെടുങ്ങാടി ബാങ്കിൽ മാനേജറായിരുന്നു. അന്ന് ആ സമയത്ത് ഞാൻ ഏറ്റെടുക്കാനുണ്ടായത്. അങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ക്ലോസ് ചെയ്ത നമ്മളുടെ അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റ് ആസ്തി എന്ന് പറയുന്നത് 65,000 കോടിയാണ്. നമ്മളുടെ AUM അല്ലെങ്കിൽ ആസ്തി എന്ന് പറയുന്നത്. അത് ഈ പുതുവർഷത്തിൽ അത് 1,00,000 കോടിയാക്കാനുള്ള ശ്രമമാണ് നമ്മുടെ എല്ലാ എംപ്ലോയീസും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ള പരിശ്രമത്തിലാണ് മണപ്പുറം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നൊരു പുതിയൊരു പാർട്ട്ണർ ഇപ്പോൾ ലോകത്തിലെ തന്നെ വലിയൊരു പ്രൈവറ്റ് ഇക്വിറ്റി ആയിട്ടുള്ള ബെയിൻ ക്യാപിറ്റൽ കൂടെ എൻ്റെ കൂടെ കോ പ്രൊമോട്ടറായിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് ഉള്ള സാധ്യത വളരെയധികം വളർന്നിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വർണ്ണപ്പണയം എന്ന് പറയുന്നത് ഒരു ആളുകളൊക്കെ ഒരു മോശമായിട്ട് കണ്ടിരുന്ന രീതിയിൽ അത് മാറ്റിയെടുത്തുകൊണ്ട് ഇന്നത്തെ ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമായി ആണ് എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് മണപ്പുറം അതിൻ്റേതായിട്ടുള്ള റോൾ വഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും ആദ്യത്തെ ഗോൾഡ് ലോൺ NBFC ആണ് ഇന്ത്യയിലെ മണപ്പുറം എന്ന് പറയുന്നത്. അത് ആദ്യമൊന്നും ആർക്കും അറിയുന്നുണ്ടായില്ല. അതിൽ പ്രൈവറ്റ് ഇക്വിറ്റിയെ കൊണ്ടുവന്നു, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെയൊക്കെ തന്നെ ലോകത്തിനെ അറിയിച്ചു. അതുപോലെ തന്നെ അതൊരു ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റാണ് എന്ന് ബ്രാൻഡിങ്ങിലൂടെ പ്രത്യേകിച്ച് ഇപ്പോൾ ലീഡിങ് ഫിലിം സ്റ്റാർസിനെ അതത് സംസ്ഥാനങ്ങളുടെ ഉള്ളത്. കാരണം ഇന്ത്യയിലുടനീളം മണപ്പുറം പ്രവർത്തിക്കുമ്പോൾ അതത് സംസ്ഥാനങ്ങളിലെ ഫിലിം സെലിബ്രിറ്റീസിനെയൊക്കെ വെച്ചുകൊണ്ട് അത് സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിനും നാട്ടിൽ തേടി നടക്കും എന്നുള്ള വലിയൊരു ആശയം ആണെന്ന് തോന്നി. അത് കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പ്രത്യേകിച്ച് തൃശ്ശൂരല്ല എവിടെയായാലും ഒരു പെട്ടെന്ന് ആവശ്യം വന്ന് ഓടിച്ചെന്ന് മണി ലെൻഡേഴ്സിൻ്റെ ചോദിച്ചാൽ വലിയ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അതൊരു പരസ്യവാക്യമായിട്ടല്ലാതെ ഒരു ആപ്തവാക്യമായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അത്തരം കാര്യങ്ങൾ ഈ താങ്കളുടെ ഉള്ളിൽ നിന്നാണോ വരുന്നത്? ആ വാക്യങ്ങളൊക്കെ ഇതിൻ്റെ ഈ കാര്യങ്ങൾ എങ്ങനെയാണോ വരുന്നതെന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യുന്ന അതിൻ്റെ ഡയറക്ടറോട് അന്ന് ആദ്യം ഷൂട്ട് ചെയ്തത് പ്രിയദർശനാണ്. പ്രിയദർശനോട് പറയുകയാണ് നമ്മുടെ നാട്ടിൽ പല ആളുകളും വീട്ടിൽ സ്വർണ്ണമുണ്ട്, പക്ഷെ അത് പണയം വയ്ക്കാതെ അല്ല അത് പണയം വയ്ക്കുന്നത് മോശമായി കണ്ടുകൊണ്ട് അതിൻ്റെ 10 ഇരട്ടി ഇൻട്രസ്റ്റിൽ ബോറോ ചെയ്യുകയും ആ ഡെറ്റ് ട്രാപ്പിൽ വരികയും ചെയ്യാണ്. ഇങ്ങനെ പറയുമ്പോൾ അത് തന്നെ നമുക്ക് ഒരു മെസ്സേജായിട്ട് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഷൂട്ട് ചെയ്യാണ്. അങ്ങനെയുള്ള ഒരു ഒരു ഫിലിം രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രശസ്ത സംവിധായകന് ചിലപ്പോൾ ഇതിൻ്റെ ഇതറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ പറയുകയാണ് അങ്ങനെയാണത് ആയിട്ട് മാറുന്നത്. അവരും അതുപോലെ അത് ആര് പറയുന്നു എന്നുള്ളത്, എങ്ങനെ പറയുന്നു എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് സെലിബ്രിറ്റീസ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അത് പക്ഷേ ഇന്ത്യയിൽ അത് വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഇന്നിപ്പോൾ റിസർവ് ബാങ്കിൻ്റെ എല്ലാ
പണയ നയത്തിലും അല്ല മോണിറ്ററി പോളിസി ഉണ്ടല്ലോ, മോണിറ്ററി പോളിസിയിലും ഗോൾഡ് ലോണിനെ കുറിച്ചൊരു ഒരു പ്രധാന ഒരു ഏരിയയിലുണ്ടാവും. കാരണം ഇന്ന് അതിൻ്റെ പ്രധാന കാര്യമുണ്ട്. കാരണം ഇന്ത്യ ഒരു ഗോൾഡിൻ്റെ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിലും ഇന്ത്യൻ ഫാമിലീസ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശം വെച്ചിരിക്കുന്ന കുടുംബങ്ങളാണ്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഇത് വലിയ സമ്പത്തുള്ളവരല്ല, സാധാരണക്കാരാണ്. എല്ലാ വീടുകളിലും ഉണ്ട്, എല്ലാ പാവപ്പെട്ട വീടുകളിലും ഉണ്ട്. 1 ഗ്രാം 2 ഗ്രാം എന്തെങ്കിലും അധികം നേരം എൻ്റെ ചെറുപ്പകാലത്ത് ഈ പാവപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലും കാശ് കിട്ടിയാൽ ഉടനെ തട്ടാൻ്റെ അടുത്ത് പോയിട്ട് സ്വർണ്ണം മേടിക്കുക. ജ്വല്ലറികൾ തന്നെയില്ലേ, അങ്ങനത്തെ ഓർഗനൈസ്ഡ് ജ്വല്ലറികളൊന്നും ഇല്ലാത്ത കാലമാണ്. അന്നേ ആ കൾച്ചറുണ്ട്. അത് പിന്നെ കല്യാണത്തിൻ്റെ പ്രധാന നമ്മൾ ഡൗറി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്തോ ആയിക്കോട്ടെ, അതൊക്കെ സ്വർണത്തിൻ്റെ രൂപത്തിലായിരുന്നു ഇന്നും ഒരു ഭാഗ്യമെങ്കിലും ആണ്. അപ്പോൾ ഒരേ ഫാമിലിയിലുള്ള ഗോൾഡ് അത്രയും കൂടുതലുണ്ട്. ഇന്ത്യയുടെ ഫാമിലികളിലുള്ള ഗോൾഡിൻ്റെ എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 30,000 ടണ്ണാണ്. ഇന്നത്തെ വില എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് 2-3 ട്രില്യൺ US$. നമ്മുടെ ഇക്കോണമി 5 ട്രില്യണിലേക്ക് അല്ലെങ്കിൽ 4 ട്രില്യണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 30 ആകുമ്പോഴേക്കും 5 ട്രില്യൺ ആവുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ 60% അല്ലെങ്കിൽ 70% ഈ ഗോൾഡിൻ്റെ വില തന്നെയാണ്. അപ്പോൾ ഇത് വീട്ടിൽ വെച്ചിട്ടത് കാര്യമില്ല. ഈ 2009 മണപ്പുറം ഫൗണ്ടേഷൻ തുടങ്ങിയതോട് കൂടിയിട്ട് വ്യാപകമായി മറ്റൊരു രീതിയിലുള്ള ജനകീയമായിട്ടുള്ള ഒരു വളർച്ചയിലേക്ക് കൂടി മണപ്പുറം മാറുകയുണ്ടായി. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു. സിവിൽ സർവീസ് മേഖലയിൽ പരിശീലനം നൽകുകയും തലപ്പത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നു. ഒരു ഭാഗത്ത് അത് നിൽക്കെ തന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു പാത വെട്ടി തുറക്കുന്നു. ഒപ്പം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 600 വീടുകൾ നൽകുക എന്ന് പറയുന്ന വലിയൊരു കാരുണ്യത്തിൻ്റെ മേഖലയിലേക്ക് കൂടി വളരുന്നുണ്ട്. അതിൻ്റെ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചകൾ എങ്ങനെയാണ്? നമ്മൾ അച്ഛനായാലും അമ്മയായാലും ഇത് പണ്ട് മുതലേ നമുക്കത് ഇവിടെ സമൂഹത്തിനെ സഹായിക്കുക എന്നുള്ള, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളൊരു രീതിയും ഒരു ഭാഗവും നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം അന്നേ ഉണ്ട്. അതിനൊന്ന് ഫോർമലൈസ് ചെയ്തതാണ് 2009. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഹെൽത്ത് കെയറിലാവാം, അപ്പോൾ അത് ഈവൻ മെൻ്റൽ ഹെൽത്തിലാവാം, അതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ, ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ തുടങ്ങിയത് 2004. ഇന്നിപ്പോൾ നമ്മുടെ ഒരു ആനുവൽ ഔട്ട്ലേ എന്ന് പറയുന്നത് 70-80 കോടി റുപ്യ ഇതിന് മാത്രമായിട്ടുണ്ട്. അപ്പോൾ അത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അതുപോലെ ഹെൽത്ത് കെയറിലൂടെയും മെൻ്റൽ ഹെൽത്ത് തുടങ്ങിയ പല പരിപാടികളിലൂടെയും പല പാർട്ട്ണർഷിപ്പിലൂടെയും, അതുപോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ 600 വീടുകൾ കഴിഞ്ഞു, ഇനി തുടരാണ്. അതുപോലെ ലയൺസ് ക്ലബ്സ് ഇൻ്റർനാഷണൽ പോലുള്ള NGOs ആയിട്ട് കൂടെ ചേർന്നുകൊണ്ട്, ലയൺസ് ക്ലബ്സ് ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനായിട്ട് ചേർന്നുകൊണ്ടും ഒരുപാട് പ്രോജക്റ്റുകൾ ഇന്ത്യ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് അത് സഹായം എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അത് ഞാൻ പറയുക, ഇതൊക്കെ ഒരു എൻലൈറ്റൻഡ് സെൽഫ് ഇൻട്രസ്റ്റാണ്. സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എൻലൈറ്റൻഡ് ആയാൽ അത് നമ്മൾ പലരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഈ എൻലൈറ്റൻഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മനോഭാവവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദീർഘവീക്ഷണവും കൊണ്ടാണ് ഈ ചാരിറ്റിയും അതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് VP നന്ദകുമാർ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് വന്ന് പ്രകാശം പരത്തി പരക്കുന്നതാണോ? സഹധർമ്മിണി, കുടുംബാംഗങ്ങൾ ഇവരുമായിട്ട് ചേർന്നിട്ട് ഇങ്ങനെ വളർന്നു കൊണ്ടുപോകണമെന്നുള്ള അതാണ്. എങ്ങനെയാണ് അതൊരു രൂപപ്പെട്ടു വരുന്നത്? എപ്പോഴും ഒരു ആശയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്നാണ്. എന്താശയമായാലും, ഇവൻ കമ്മ്യൂണിസം ആയാലും, അത് എന്ത് തന്നെയായാലും, അതുപോലെ എല്ലാം ഒരാശയം എന്ന് പറയുന്ന ഒരു വ്യക്തിയിലാണ്. അപ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ 5 ആൾ കൂടെ ഒന്നിച്ച് ആശയം വരില്ല. കുടുംബത്തിനോട് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനോട് ഷെയർ ചെയ്യുന്നു, അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആശയം എന്ന് പറയുന്നത് ലീഡ് ചെയ്യുന്ന ആളുകളുടെ, ആ കുടുംബത്തിൽ ലീഡ് ചെയ്യുന്ന ആളുകളാണ്. അത് ബാക്കിയുള്ളവർക്ക് അത് റിയലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്, പിന്നെ അതിനോട് ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്.
വിഷുവിൻ്റെ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ വലപ്പാട് ബീച്ചിലൂടെ നടന്നു വന്നപ്പോൾ മനസ്സിലുണ്ടായ ചിന്തകൾ എന്താണ്? നേരത്തെ ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പോൾ പ്രഭാതത്തിലൂടെയുള്ള സംഭാഷണത്തിലാണ്, ഈ സഞ്ചാരത്തിലാണ്, ഒപ്പം തന്നെ അവിടെ കാണുന്ന നാട്ടുകാരുമായിട്ടുള്ള സംഭാഷണത്തിലാണ് തലേ ദിവസത്തെ പല സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഉപായം തലച്ചോറ് പറഞ്ഞു തരുന്നതെന്ന്. ഇന്നത്തെ പ്രഭാതത്തിൽ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയോ യാത്ര ചെയ്തപ്പോൾ എന്ത് ചിന്തയാണെന്നുണ്ടായിട്ടുള്ളത്? ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ കാണുന്ന അശാന്തി എങ്ങനെ അവസാനിക്കും, അത് ഇന്ത്യ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നു, അതിലത്തെ ഇന്ത്യയുടെ റോൾ എന്തായിരിക്കും, ഇതൊക്കെയാണ് ഇന്ന് ചിന്തിക്കുന്നത്. അത് ഓരോ സമയത്ത് വരുന്ന ഇതായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ കാണുന്നു എന്ന് പറയുന്ന ആളുകളെ കണക്ട് ചെയ്യാനാണ്, ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാണ്. അങ്ങനെ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാലാണ് അതിനൊരു സൊല്യൂഷൻ നമ്മളെ കണ്ടാവുന്നത്. നമ്മൾ പലതും നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ മാത്രമല്ല ചെയ്യുന്നത്, അത് കണ്ടുകൊണ്ട് ഈ സമൂഹത്തിൽ പല ആളുകൾ അത് ഏറ്റെടുത്ത് അവർ അവരുടേതായിട്ടുള്ള റോളുകൾ ചെയ്യാണ്. വലപ്പാടിലൂടെ നടന്നു പോകുമ്പോൾ നന്ദേട്ട എന്ന് വിളിച്ച് അടുത്തേക്ക് വരാനുള്ള അത്രയും സൗഹൃദമുള്ളവരുണ്ട്, നന്ദകുമാർ സാറേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ബഹുമാനത്തോടെ നിൽക്കുന്നവരുമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും മനസ്സ് ഫ്ലെക്സിബിളാണ്. അങ്ങനെ ഇരിക്കെ തന്നെ 7,000-ലധികം ജീവനക്കാർ, ഇവിടെ രാജ്യവ്യാപകമായിട്ട് 77,000-ലധികം ജീവനക്കാർ, ഇവരെയൊക്കെ മേയ്ക്കുക, നയിക്കുക, നിയന്ത്രിക്കുക, കൊണ്ടുപോകുക എന്ന് പറഞ്ഞ ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളത്? ഇന്ന് മണപ്പുറത്തിനെ സംബന്ധിച്ച് മാത്രം എടുത്താൽ മണപ്പുറം ഫിനാൻസ് മാത്രമല്ല, മണപ്പുറം ഫിനാൻസിന് തന്നെ മൈക്രോ ഫിനാൻസ് സബ്സിഡിയറി, ഹോം ലോൺ സബ്സിഡിയറി, അതുപോലെ മണപ്പുറം ഫിനാൻസിൽ തന്നെ ഗോൾഡ് ലോൺ മാത്രമല്ല, വെഹിക്കിൾ ഫിനാൻസ്, MSME, ഇങ്ങനെ പല മേഖലകളുമുണ്ട്. അതുകൂടാതെ തന്നെ മണപ്പുറം ഗ്രൂപ്പിൽ ജ്വല്ലറി ഉണ്ട്, ജ്വല്ലറി മാനുഫാക്ചറിങ് ഉണ്ട്, കൽക്കട്ടയിലും ബാംഗ്ലൂരും ജ്വല്ലറി ഷോറൂംസും ഉണ്ട്, അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെൽത്ത് കെയർ ഉണ്ട്, അഗ്രികൾച്ചർ മാത്രമല്ല, അത് ഫുഡ് പ്രോസസ്സിങ്, അതുപോലെ അതിൻ്റെ റീറ്റെയിലിംഗ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനിയും പുതിയ ബിസിനസ് ഏറ്റെടുത്താൽ നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊക്കെ നടക്കുന്ന ഒരാളല്ല. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഗൈഡൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ റൺ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അതിന് CEOs ഉണ്ടാവണം, അതിന് CFOs ഉണ്ടാവണം, മാർക്കറ്റിംഗ് എല്ലാ ടീമുകളും ഉണ്ടാവണം. ഇന്ന് അതുകൊണ്ട് ഇത്രയും നടക്കാനോ അല്ലെങ്കിൽ ഇത്രയും നേരം സ്പെൻഡ് ചെയ്യാനോ പറ്റുന്നത് അല്ലെങ്കിൽ കോളുകളൊന്നും വരാത്തത് ആ ഡെലിഗേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് പുറമേയും പല ആക്ടിവിറ്റികൾ. ഞാൻ ഇന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഫിക്കിയുടെ കേരള ചെയർമാനാണ്. അതുപോലെ IIM കോഴിക്കോടിൻ്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സിൻ്റെ ചെയർമാനാണ്. ഇപ്പോൾ പ്രധാന കോളേജുകളായിട്ടുള്ള തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജ് ഞാൻ പഠിച്ച കോളേജ് തന്നെയാണ്. അതുപോലെ ചാലക്കുടിയിലുള്ള സീക്രട്ട് ഹാർട്ട് കോളേജ് തുടങ്ങിയ കോളേജുകളിൽ ഒക്കെ ഒരു അക്കാഡമിക് കൗൺസിലിൽ ഞാൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ മെമ്പറാണ്. അതുപോലെ തന്നെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, അതുപോലെ അമല മെഡിക്കൽ കോളേജിൻ്റെ ഒക്കെ തന്നെ. ഇത് IIM-നും അതിന് പുറമെയാണ് ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് IIMKയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സിൻ്റെ ചെയർമാൻ സ്ഥാനം ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. 2019 മുതൽ ആദ്യം 4 വർഷത്തേക്കാണ് ബോർഡ് ഓഫ് ഗവർണേഴ്സായിട്ട് നിയമിക്കപ്പെട്ടത്. പിന്നീട് 4 കൊല്ലം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു, 2027 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെയാണ് അതിൽ. അപ്പോൾ ഈ വർഷം ആണ് ഞാൻ എൻ്റെ ചെയർമാൻ പോസ്റ്റ് ഏറ്റെടുക്കേണ്ടി വന്നത്. ഇത്രയധികം വിപുലമായിട്ടുള്ള ഒരു അനുഭവ സമ്പത്തും ഇത്രയധികം വിപുലമായിട്ടുള്ള പദവികൾ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും വിദേശ രാജ്യങ്ങളിലെ സാമ്പത്തിക ഉച്ചകോടികളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള അനുഭവം ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരാൻ പോവുകയാണല്ലോ. അതിൻ്റെ ഫലം ഇലക്ട്രോണിക് യന്ത്രത്തിൽ ഇപ്പോഴും ഇരിക്കുന്ന ഒരു ലേബർ റൂമിലെന്ന പോലെ. അപ്പോൾ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഇപ്പോഴത്തെ മാറിയ സാമ്പത്തിക ക്രമത്തിൽ എങ്ങനെയായിരിക്കണം നമ്മളുടെ ഒരു സാമ്പത്തിക നയം എന്നാണ് താങ്കൾക്ക് പറയാനുള്ളത്? കേരളത്തിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ ഇന്നത്തെ പ്രധാന ഒരു ആവശ്യം ഇതിനെങ്ങനെയാണ് പ്രൈവറ്റ് സെക്ടറിലും കൂടെ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എങ്ങനെയാണ് PPI മോഡൽസ്, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ മോഡൽ, PPP മോഡൽ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? ഈ PPP മോഡലിലൂടെ പ്രൈവറ്റ് ക്യാപിറ്റലിൽ തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും.
ഇന്ന് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു ഏറ്റവും പ്രധാന കാര്യം ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ 66 NH66 ഇന്ന് കേരളത്തിൻ്റെ ഒരു ഭാഗം തൊട്ട് മറ്റൊരു ഭാഗം വരെ 8 ലൈൻ ട്രാഫിക്കിനെ എളുപ്പമാക്കാവുന്ന വർക്കുകൾ കുറേ ആയി കഴിഞ്ഞു. ഇപ്പോൾ കോഴിക്കോട് ആ സൈഡിലൊക്കെ മലബാർ സൈഡിൽ കുറേ ഭാഗങ്ങളായി, കുറേ ഭാഗങ്ങളായിട്ടില്ല. തൃശ്ശൂരൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന അടുത്ത 6 മാസം കൊണ്ട് വലിയ മാറ്റങ്ങളുണ്ടാകും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ മുഴുവൻ ഇപ്പോൾ ചാവക്കാട് വരെ മുഴുവൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ രാവിലെ 5:30 പോയിട്ട് 7 മണിയാകുമ്പോൾ അവിടെ എത്തി. ഞാൻ 8 മണിക്ക് എത്തുള്ളൂ എന്ന് വിചാരിച്ചു. 7 മണിയായപ്പോൾ എത്തി. ഇനി ഇന്നലെ ഞാൻ ആലപ്പുഴ പോകുമ്പോൾ എനിക്ക് റോഡിലൂടെ പോകാനായിട്ട് എടുത്ത 4 മണിക്കൂർ എടുക്കും. പക്ഷേ ഇന്ന് വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ വന്നപ്പോൾ വളരെ എളുപ്പത്തിലെത്തി. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ ഫാസ്റ്റ് ട്രെയിനുകൾ വരെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് ഇവിടെ 3 മണിക്കൂർ കൊണ്ടെത്തി. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാട്ടർ വേസ് വലിയൊരു റോള് വഹിക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ എടുത്താൽ കനോലി കനാൽ ഒരു കേരളത്തിൻ്റെ ഒരു ഭാഗത്തോട്ട് മറ്റേ ഭാഗം വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. 2 കാര്യങ്ങളാണ്. ഈ വാട്ടർ വേസ് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ചിലവ് ചുരുക്കിയ വിധത്തിൽ ഇതിൽ ചരക്ക് ഗതാഗതമൊക്കെ ഉണ്ടാക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ ഇത് 2 ഭാഗം വളർത്തി ഇതിന് 2 സൈഡിലൂടെയും വിശാലമായിട്ടുള്ള റോഡുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് ഇത്രയും ചെയ്യാൻ, അതും പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ PPP മോഡലിൽ ചെയ്യാം. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ 2 സൈഡിലും ടൂറിസത്തിന് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ കണ്ടൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടാലൻറ്റ് നെഗറ്റീവാണ് കേരളം. കാരണം ഇവിടെയുള്ള ഉണ്ടാകുന്ന ടാലൻറ്റ് വരുന്നതിനേക്കാൾ കൂടുതൽ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തെലുങ്കാന, മഹാരാഷ്ട്ര ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളൊക്കെ ടാലൻറ്റ് പോസിറ്റീവാണ്. ഈവൻ ബീഹാർ ടാലൻറ്റ് പോസിറ്റീവാണ്. അവിടെ വളർത്തുന്ന ടാലൻറ്റിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. പല കാര്യങ്ങൾക്ക് ഇപ്പോൾ അവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ എന്ന് വെച്ചാൽ വലിയൊരു മൈഗ്രേഷൻ ഉണ്ട്. അപ്പോൾ കേരളം ഒരുപാട് ടാലൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാണ്. അവിടെ ടാലൻറ്റ് കുറവുണ്ടാക്കുന്നുള്ളൂ. ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യമാണ്. അവിടെ ഇവിടെ ഉണ്ടാക്കുന്ന ടാലൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടാതെ വരുമ്പോൾ മൈഗ്രേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ടാലൻറ്റ് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കേണ്ട ഏറ്റവും പ്രധാന ഇൻഫ്രാസ്ട്രക്ചറാണ്. ഈ ഇതര സംസ്ഥാനങ്ങളെക്കുറിച്ച് താരതമ്യം ചെയ്തുകൊണ്ട് ഞാൻ അതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ മലയാളിയുടെ ഒരു സാമ്പത്തിക ശീലത്തെ താങ്കൾ ഒന്ന് അടുത്ത് നിന്നും അകന്നു നിന്നും ഒന്ന് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തമിഴന്മാരുമായിട്ടോ അല്ലെങ്കിൽ ബംഗാളികളുമായിട്ടോ കർണാടകക്കാരുമായിട്ടോ ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ സാധാരണ മലയാളിയുടെ ഒരു സാമ്പത്തിക ശീലം, അതിലെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മാറി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ മലയാളി പ്രത്യേകത എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ ഈ ഓൺട്രപ്രണർഷിപ്പിന് നമ്മൾ പിന്നിലാണ്. പലരും ഇൻഡിവിജ്വലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈവൻ തമിഴ്നാട്ടിൽ നോക്കിയാൽ അറിയാം, അവർക്ക് ഈ ഓൺട്രപ്രണർഷിപ്പ് എടുക്കാൻ കൂടുതൽ താല്പര്യമുണ്ട്. ഇവിടെ കമ്മ്യൂണിറ്റികൾ തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. ഞാൻ നോക്കിയിട്ടുണ്ട്. മുസ്ലിംസിൻ്റെ ഇടയിൽ ഓൺട്രപ്രണർഷിപ്പ് കുറേ കൂടുതലാണ്. പക്ഷേ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ കുറേ കുറവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ഓൺട്രപ്രണർഷിപ്പിൻ്റെ ആംഗിളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളം മൊത്തത്തിലെടുത്താൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ മുന്നിലാണെങ്കിലും ഓൺട്രപ്രണർഷിപ്പിൽ പിന്നിലാണ്. ഞാനൊരു അവസാന ഘട്ടത്തിൽ ഒരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. ഈ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് എന്ന് ചോദിക്കുന്ന VP നന്ദകുമാറിൻ്റെ ശരീരത്തിലധികം സ്വർണ്ണാഭരണങ്ങളൊന്നും കാണുന്നില്ല. കാരണം ഞാൻ വീട്ടിൽ സ്വർണം വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് എനിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് സ്വർണത്തിൽ ഇങ്ങനെ സ്വർണ്ണപ്പണയം വായ്പ അല്ലെങ്കിൽ ETF ഉണ്ടെങ്കിലും, അപ്പോൾ സ്വർണം വീട്ടിൽ വെച്ചിട്ട് ഉണ്ടെങ്കിൽ അത് ഞാൻ സ്വർണം വെച്ചിട്ടുള്ളത് എൻ്റെ വീട്ടിലെ സ്വർണം തന്നെയുള്ളത് പ്രൈവറ്റ് സ്വർണം തന്നെ വെച്ചുള്ള ETF-ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ ശരീരത്തിലൊന്നും അധികം ഓർണമെൻറ്റ്സ് കാണാത്തത്. ഭാര്യയെക്കുറിച്ച് മറ്റൊക്കെ പറഞ്ഞതുകൊണ്ട് ജീവിതത്തിൽ സഹധർമ്മിണി പുലർത്തുന്ന ഒരു സ്വാധീനവും ഒരു ശക്തിയും എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കോപ്പറേഷനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഐഡിയകൾ
ഞാൻ ബേസിക്കലി താഴ്ന്ന നിലയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നതുകൊണ്ട് ജീവിതത്തിൽ മെജോറിറ്റി ടൈം അതിൻ്റെ പിന്നാലെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുടുംബത്തിൽ എന്നോട് കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം അത് ഭാര്യയോടും മക്കളോടൊക്കെ വളരെ കുറച്ച് കിട്ടുള്ളൂ. ഇന്നും വളരെ കുറച്ച് കിട്ടുള്ളൂ. അത് മനസ്സിലാക്കാനുള്ള ടോളറൻസും അതിനോട് സഹകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഒരു സ്ത്രീ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇന്നത്തെ ഈ വിഷുദിനത്തിൽ ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് അലൗകിക ലോകങ്ങളിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും എന്ന് സൂചിപ്പിച്ചതുപോലെ താങ്കൾക്ക് ഏത് ലോകങ്ങളിൽ ഏത് രാജ്യങ്ങളിൽ നമ്മൾ വികസിച്ച് വളർന്നാലും സ്വന്തം ഗ്രാമത്തിൻ്റെ ഏത് നന്മ മനസ്സിലുണ്ടാവണം എന്നാണ് പറയാനുള്ളത്? ഗ്രാമമാണ് അല്ലെങ്കിൽ ഈ പശ്ചാത്തലമാണ് നമ്മളിന്ന് എവിടെ എത്തിയത്. ഇട്ടുണ്ടെങ്കിൽ എവിടെ എത്തിയാലും ആ ഗ്രാമത്തിലാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സൂചിപ്പിച്ച പോലെ ഞാൻ ഗ്രാമത്തിൻ്റെ ഇന്നും ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ട് ജീവിക്കുന്ന ആളാണ്. കാരണം അവരുമായിട്ട് നടക്കുന്നു, അവരുടെ ഇടയിൽ പോകുന്നു, അവരെ ഫങ്ഷനിലും അറ്റൻഡ് ചെയ്യുന്നു, അവരായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ കുടുംബം എന്നത് ഇതിന് പുറമെ എനിക്ക് എൻ്റെ വില്ലേജും അതുമായിട്ട് ചേർത്ത് പിടിക്കാനായിട്ട് ഞാൻ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആ നേരത്തെ പറഞ്ഞ മോർണിംഗിലുള്ള യാത്ര കൂടിയാണ്. ഇന്നത്തെ ഈ സംഭാഷണം അവസാനിക്കുമ്പോൾ ഇത്രയും നേരത്തെ ഈ വാക്കുകളെല്ലാം കേട്ട് കഴിയുമ്പോൾ ഇന്നത്തെ ഈ വിഷുദിനത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന താങ്കളുടെ ഒരു സങ്കല്പ ചിത്രം ഇപ്പോൾ തോന്നിയത് ഞാൻ പറയുകയാണ്. വലപ്പാട്ടെ കടൽ തീരത്തൂടെ നടന്നു പോകുന്ന സാഗര തീരത്തൂടെ നടന്നു പോകുന്ന ശ്രീ വി പി നന്ദകുമാർ കുനിഞ്ഞു നിന്ന് ഒരു പിടി മണൽക്കൂന കയ്യിലെടുത്ത് നിൽക്കുന്നു. ആ മണൽക്കൂനയെ സ്വർണം ആക്കി മാറ്റിയ വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭാഷണം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അത് കൂടുതലായി പറഞ്ഞതാണോ കുറഞ്ഞതായി പറഞ്ഞതാണോ എന്ന് ആലോചിക്കേണ്ടതില്ല. ഈ നിമിഷത്തെ ഈ സംഭാഷണത്തിൽ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞ ഒരു ചിത്രം, ആ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം നന്ദി മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്കും അതിൻ്റെ സാരഥി എന്നുള്ള നിലയ്ക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു, വിശ്വാസംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. Thank you for your compliments. Thank you to all. Again, I wish you a happy, very happy Vishu, and post Vishu till next Vishu, a very happy, prosperous and peaceful life.